Hi students, welcome to our class. In the first component എന്ന് പറയുന്നത് transistor. Okay, bipolar junction transistor അഥവാ BJT. Okay, B for bipolar junction transistor. J എന്ന് പറയുന്നത് junction transistor. ഓക്കെ, അപ്പൊ നമുക്ക് ട്രാൻസിസ്റ്റർ ആണ്. ട്രാൻസിസ്റ്റർ എന്നുള്ള വേർഡ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ഈ വേർഡിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്താൽ, ഓക്കെ, നമുക്ക് രണ്ടായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ട്രാൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് പോർഷൻ, ഇസ്റ്റർ എന്ന് പറയുന്ന സെക്കൻഡ് പോർഷൻ. ഓക്കെ, ഫസ്റ്റ് പോർഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ട്രാൻസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആണ്. എന്ത് പ്രോപ്പർട്ടിയാണ് തരിക? ട്രാൻസ്ഫർ പ്രോപ്പർട്ടി. അതുപോലെ തന്നെ ഇസ്റ്റർ എന്ന് പറയുന്ന രണ്ടാമത്തെ പോർഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് റെസിസ്റ്റൻസ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോ ട്രാൻസ്ഫർ പ്രോപ്പർട്ടിയെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇസ്റ്റർ എന്ന് പറയുന്ന രണ്ടാമത്തെ പോർഷൻ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടിയെ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ട്രാൻസ്ഫർ റെസിസ്റ്റൻസ് അല്ലെ, ഫസ്റ്റ് പോർഷൻ ട്രാൻസ്ഫർ ആണ്, സെക്കൻഡ് പോർഷൻ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് കൂട്ടിച്ചേർത്ത് എന്താണ് ട്രാൻസിസ്റ്റർ എന്ന് നോക്കാം. ഓക്കെ, ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. ഈ സെമി കണ്ടക്ടർ ഡിവൈസ് which is used to transfer സിഗ്നൽസ്. എന്തിനെയാണ്? ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, എവിടെ നിന്ന് എങ്ങോട്ട്? ലോ റെസിസ്റ്റൻസ് സർക്യൂട്ട് ടു ഹൈ റെസിസ്റ്റൻസ് സർക്യൂട്ട്. ഓക്കെ, ലോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറവുള്ള സർക്യൂട്ടിൽ നിന്ന് റെസിസ്റ്റൻസ് കൂടുതലുള്ള സർക്യൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആരെ ട്രാൻസ്ഫർ ചെയ്യുന്നു? ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ആ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഏതൊക്കെയാണ്? കറണ്ട് ആൻഡ് വോൾട്ടേജ്. ഓക്കെ, ഇലക്ട്രിക്കൽ സിഗ്നൽസ് എന്ന് പറയുന്നത് കറണ്ട്, ഫസ്റ്റ് വരുന്നത് കറണ്ട് ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽ എന്ന് പറയുന്നത് വോൾട്ടേജ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ട്രാൻസിസ്റ്റർ is a semiconductor device which transfer. ആരെയാ ട്രാൻസ്ഫർ ചെയ്യുന്നത്? സിഗ്നൽസ്. ഏത് സിഗ്നൽസിനെ? ഇലക്ട്രിക്കൽ സിഗ്നൽസ് such as ഏതൊക്കെ? കറണ്ട് ആൻഡ് വോൾട്ടേജ് ഫ്രം ലോ റെസിസ്റ്റൻസ് സർക്യൂട്ട് ടു ഹൈ റെസിസ്റ്റൻസ് സർക്യൂട്ട്. ഓക്കെ, transistor can also be used to regulate and control electrical signals. ഓക്കെ, അപ്പോ ഈ ട്രാൻസിസ്റ്റർ റെഗുലേഷൻ ഉണ്ട്, കൺട്രോൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ റെഗുലേഷനും കൺട്രോളും നടക്കുന്നത് എവിടെയൊക്കെയാണ്? സ്വിച്ച്. ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ആംപ്ലിഫയർ. എന്തൊരു വീക്ക് ആയിട്ടുള്ള സിഗ്നൽസ് ആണെങ്കിൽ ആ സിഗ്നൽസിനെയൊക്കെ എന്ത് ചെയ്യാണ്? സ്ട്രെങ്തൻ ചെയ്യാണ്, അല്ലെ, സ്ട്രോങ് ആക്കി മാറ്റുകയാണ്. അപ്പൊ അതിന്റെ ഇന്റൻസിറ്റി കൂട്ടുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ട്രാൻസിസ്റ്റർ രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സ്വിച്ച് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ആംപ്ലിഫിക്കേഷൻ പർപ്പസ്. ആംപ്ലിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വീക്ക് ആയിട്ടുള്ള സിഗ്നൽസിനെ എന്ത് ചെയ്യുക? സ്ട്രോങ് സിഗ്നൽസ് ആക്കി മാറ്റുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അപ്പൊ ട്രാൻസിസ്റ്റർ എന്താണ്? ആ വേർഡ് എങ്ങനെയാണ്? ആ വേർഡിൽ നിന്നാണ് ആ പോയിന്റ്സ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ട്രാൻസിസ്റ്ററിനെ എത്രയായി ക്ലാസിഫൈ ചെയ്യാം, ഏതൊക്കെ രീതിയിലുള്ള ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ട്രാൻസിസ്റ്റേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ട്രാൻസിസ്റ്റേഴ്സ് അഥവാ BJT രണ്ട് ടൈപ്പ് ആണുള്ളത്. ഏതൊക്കെയാണ്? PNP ട്രാൻസിസ്റ്റർ, PNP
ട്രാൻസിസ്റ്റർ. അതുപോലെ തന്നെ രണ്ടാമത്തെ ടൈപ്പ് ഏതാണ്? NPN ട്രാൻസിസ്റ്റർ. NPN ട്രാൻസിസ്റ്റർ. ഓക്കെ, രണ്ട് ടൈപ്പ് ട്രാൻസിസ്റ്റേഴ്സ് ആണുള്ളത്, PNP ട്രാൻസിസ്റ്ററും NPN ട്രാൻസിസ്റ്ററും. PNP ട്രാൻസിസ്റ്ററില് രണ്ട് P ടൈപ്പ് സെമി കണ്ടക്ടറിനിടയില് ഒരു N ടൈപ്പ് മെറ്റീരിയൽ എന്ത് ചെയ്തിരിക്കുക? N ടൈപ്പ് സെമി കണ്ടക്ടർ സാൻഡ്വിച്ച് ചെയ്തേക്കാണ്. ഓക്കെ, രണ്ട് P ടൈപ്പ് മെറ്റീരിയലിനിടയില് ഒരു N ടൈപ്പ് മെറ്റീരിയൽ എന്ത് ചെയ്തിരിക്കുകയാണ്? സാൻഡ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മൂന്ന് ടെർമിനൽ ഉള്ള ഡിവൈസ് ആണ് എന്ത്? ട്രാൻസിസ്റ്റർ. മൂന്ന് ടെർമിനൽസ് ആണുള്ളത്. ഏതൊക്കെയാണ്? എമിറ്റർ, E എന്ന് പറയുന്ന സ്മോൾ E എന്ന് പറയുന്ന ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യും. ബേസ്. ഓക്കെ, സെക്കൻഡ് ടെർമിനൽ എന്ന് പറയുന്നത് ബേസ് ആണ്. സ്മോൾ b എന്ന് പറയുന്ന ലെറ്റർ വെച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. തേർഡ് ടെർമിനൽ എന്ന് പറയുന്നത് കളക്ടർ. ഓക്കെ, കളക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് C. അപ്പോ എമിറ്റർ, ബേസ്, കളക്ടർ. ഓക്കെ, മൂന്ന് ടെർമിനൽ ഉള്ള ഡിവൈസ് ആണ് ട്രാൻസിസ്റ്റർ. ഓക്കെ, എമിറ്റർ റീജിയൻ. ഈ എമിറ്റർ റീജിയൻ എന്ന് പറയുന്നത് ഈ റീജിയൻ, ഈ P ടൈപ്പ് റീജിയൻ ആണ് എമിറ്റർ റീജിയൻ. ആ എമിറ്റർ റീജിയൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഹെവിലി ഡോപ്ഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് ലാർജ് എമൗണ്ടിൽ കൊടുത്തിരിക്കുന്നത് എങ്ങോട്ടാണ്? ഈ എമിറ്റർ റീജിയനിലാണ്. ഓക്കെ, എമിറ്ററിന്റെ പ്രത്യേകത എന്താണ്? എമിറ്റർ റീജിയൻ ഈസ് ഹെവിലി ഡോപ്ഡ്. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ സൈസ് എങ്ങനെയാണ്? ഓക്കെ, നോക്കിയേ, എമിറ്റർ റീജിയൻ ഉണ്ട്, കളക്ടർ റീജിയൻ ഉണ്ട്, ബേസ് റീജിയൻ ഉണ്ട്. ഏതിനാണ് സൈസ് ഏറ്റവും കൂടുതൽ? കളക്ടർ റീജിയന് സൈസ് കൂടുതലാണ്. ഓക്കെ, ബേസ് റീജിയൻ വളരെ തിന്നാണ്. എൻ റീജിയൻ എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള റീജിയൻ ആണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിറ്റർ റീജിയൻ എന്ന് പറയുന്നത് ബേസിനും കളക്ടറിനും ഏകദേശം ആവറേജ് ആയിട്ടുള്ള ഒരു സൈസ് ആണ്. ആ സൈസിന് നമ്മൾ പറയുന്നത് മോഡറേറ്റ് ഇൻ സൈസ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? മോഡറേറ്റ് സൈസ്. ഓക്കെ, അപ്പോ എമിറ്റർ റീജിയൻ ഈസ് ഹെവിലി ഡോപ്ഡ് ആൻഡ് മോഡറേറ്റ് ഇൻ സൈസ്. ബേസ് റീജിയൻ, വാട്ട് അബൌട്ട് ബേസ് റീജിയൻ? അതിന്റെ സൈസ് എങ്ങനെയാണ്? വളരെ തിന്നാണ്, അല്ലെ? അപ്പൊ തിൻ സൈസ് ആണ്. ഇനി അവിടുത്തെ ഡോപ്പിംഗ് എങ്ങനെയാണ്? വളരെ ലൈറ്റ് ആണ്. വളരെ കുറച്ച് ഇമ്പ്യൂരിറ്റീസേ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്തുവരും? വളരെ ലൈറ്റ് ആയിട്ടേ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോ ബേസ് റീജിയന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ലൈറ്റ്ലി ഡോപ്ഡ്. ഓക്കെ, അതുപോലെ തന്നെ തിൻ സൈസ്. ഓക്കെ, അതിന്റെ സൈസ് എങ്ങനെയാണ്? തിൻ ആണ്, തിൻ സൈസ് ആണ്. അടുത്തത് കളക്ടറിന്റെ സൈസ് എങ്ങനെയാണ്? ലാർജ് ഇൻ സൈസ്. ഓക്കെ, കളക്ടറിന്റെ സൈഡ് എന്ന് പറയുന്നത് വളരെ വലുതാണ് കളക്ടർ. അതുപോലെ അതെങ്ങനെയായിരിക്കും? ഡോപ്പിംഗ് മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. ഓക്കെ, വളരെ എന്ന് വെച്ചാൽ എമിറ്റർ ഹെവിലി ഡോപ്ഡ് ആണ്, ഇത് തിൻ ആണ്, വളരെ ലൈറ്റ് ആയിട്ടുള്ളതാണ്. ഇവിടെ എന്തുവരും? മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ മിതമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഡോപ്പിംഗ് നടത്തിയിട്ടുണ്ട്, ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കളക്ടറിനെ കുറിച്ച് എന്തെന്ന് പറയാം? കളക്ടർ പോയിന്റ്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് മോഡറേറ്റ്ലി ഡോപ്ഡ്. ഓക്കെ, അതുപോലെ തന്നെ എന്തായിരിക്കും? മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. അതിന്റെ സൈസ് എങ്ങനെയാണ്? ലാർജ് ഇൻ സൈസ്. ഓക്കെ, അപ്പൊ നമ്മള് എമിറ്റർ ആയി, ബേസ് ആയി, കളക്ടർ. ഇനി ആ റീജിയൻസ് എങ്ങനെയെല്ലാമാണ് എന്നും കൂടെ പഠിച്ചു. NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ
നോക്കുകയാണെങ്കിൽ രണ്ട് എൻ റീജിയൻ, ആ രണ്ട് എൻ റീജിയന് ഇടയിൽ ഒരു പി റീജിയൻ എന്ത് ചെയ്തിരിക്കുകയാണ്, സാൻഡ്വിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ട് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനിടയിൽ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ത് ചെയ്തിരിക്കുകയാണ്, സാൻഡ്വിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് വരച്ചു നോക്കാം. രണ്ട് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ, ഓക്കെ, രണ്ട് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനിടയിൽ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ത് ചെയ്തിരിക്കുകയാണ്, സാൻഡ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് പി എൻ ട്രാൻസിസ്റ്റർ. ഇതിന് 3 ടെർമിനൽസ് ആണുള്ളത്. ഏതൊക്കെയാണ്? എമിറ്റർ, ബേസ്, കളക്ടർ. ഓക്കെ, എമിറ്റർ, ബേസ്, കളക്ടർ എന്നുള്ള 3 ടെർമിനൽസും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സിമ്പൽ എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. പി എൻ പി ട്രാൻസിസ്റ്ററിന്റെ സിമ്പൽ എന്താണ്, അതുപോലെ തന്നെ എൻ പി എൻ ട്രാൻസിസ്റ്ററിന്റെ സിമ്പൽ എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. പി എൻ പി ട്രാൻസിസ്റ്ററിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ ഓഫ് പി എൻ പി ട്രാൻസിസ്റ്റർ. ഇത് ബേസ് റീജിയൻ, എമിറ്റർ, കളക്ടർ. ഓക്കെ, പി എൻ പി ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് ആരോ മാർക്ക് എപ്പോഴും എന്തായിരിക്കും, ഉള്ളിലേക്ക് വരും. ഓക്കെ, അപ്പോ ഇത് എമിറ്റർ, ഇത് ബേസ്, ഇത് കളക്ടർ. ഓക്കെ, എമിറ്റർ റീജിയനിൽ ഒരു ആരോ മാർക്ക് ഉണ്ട്. ആ ആരോ മാർക്ക് ഉള്ളിലേക്കാണെങ്കിൽ അത് ഏതിനെ റെപ്രസെന്റ് ചെയ്യും, പി എൻ പി ട്രാൻസിസ്റ്റർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ എൻ പി എൻ ട്രാൻസിസ്റ്ററിന്റെ കേസില് ഓക്കെ, ബേസ്, എമിറ്റർ, കളക്ടർ. ഓക്കെ, ആരോ മാർക്ക് പുറത്തേക്കാണെങ്കിൽ അത് എൻ പി എൻ ട്രാൻസിസ്റ്റർ ആണ്. എമിറ്റർ, ബേസ്, കളക്ടർ. എമിറ്റർ റീജിയനിലാണ് ആരോ മാർക്ക് ഉള്ളത്. ആ ആരോ മാർക്ക് പുറത്തേക്കാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെ, പുറത്തേക്കാണ് ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നതെങ്കിൽ അതെന്താണ്, എൻ പി എൻ ട്രാൻസിസ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ പി എൻ പി ട്രാൻസിസ്റ്ററും എൻ പി എൻ ട്രാൻസിസ്റ്ററും കണ്ടാൽ മനസ്സിലാവണമെങ്കിൽ ആരോ മാർക്ക് നോക്കിയാൽ മതി. ആരോ മാർക്ക് ഉള്ളിലേക്കാണെങ്കിൽ പി എൻ പി ആണ്, ആരോ മാർക്ക് പുറത്തേക്കാണെങ്കിൽ അതെന്തായിരിക്കും, എൻ പി എൻ ട്രാൻസിസ്റ്റർ ആണ്. ഓക്കെ, ക്ലാസ്സിൽ നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ വേർഡ് മീനിങ് എന്താണെന്ന് പഠിച്ചു. ട്രാൻസിസ്റ്റർ എന്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ കിട്ടി. ഏതൊക്കെ രീതിയിൽ ട്രാൻസിസ്റ്ററിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, അല്ലെ, എൻ പി എൻ ട്രാൻസിസ്റ്റർ, പി എൻ പി ട്രാൻസിസ്റ്റർ എന്നിങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് പഠിച്ചു. അതിന്റെ സിമ്പൽ എന്താണ് എന്നും പഠിച്ചു. ഓക്കെ, ട്രാൻസിസ്റ്ററിന്റെ കൂടുതൽ ഇൻഫോർമേഷൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.